നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ. പീഡാനുഭവ സ്മരണയിൽ കുരിശിന്റെ വഴി. ഭാര്യയെ ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. വനിതാ സുഹൃത്തിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പാങ്ങോട് വലിയ വഴി സ്വദേശി സുജിതയാണ് അറസ്റ്റിലായത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ്. ഓച്ചിറ ആലുംപീടികയിൽ നിന്ന് ചാരായവും കോടയും പിടികൂടി. കണ്ടൽക്കാട്ടിൽ നിന്ന് 50 ലിറ്റർ ചാരായമാണ് പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ചവറയിലെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. യേശുദേവന്റെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധയിടങ്ങളിൽ വിശ്വാസികൾ കുരിശിന്റെ വഴിയും നടത്തി. ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങി സ്വയം ബലിയായ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം. ദേവാലയങ്ങളിൽ കഴിഞ്ഞ രാത്രിയും രാവിലെയുമായി പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടത്തി. ചവറ കോയിവിള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഫാദർ ഫ്രാൻസിസ് ജോർജ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന തൃപ്പേടകത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് കാരാഗൃഹത്തിലായിരിക്കുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കുന്നു. ഇന്ന് വിശ്വാസികളൊക്കെയും തന്നെ ദുഃഖവെള്ളി വൈകിട്ട് 3 മണി ആകുന്നതുവരെയും എല്ലാ തിരുക്കർമ്മങ്ങളും ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഈ ആരാധന തുടരുന്നു. ശേഷം 3 മണിക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച തിരുസഭ ഓർക്കുക കർത്താവിൻ്റെ പീഡാസഹനവും മരണവുമാണ്. അത് നഗരി കാണിക്കലോടുകൂടി കുരിശിന്റെ വഴിയോടുകൂടി തിരുസഭ ആഘോഷിക്കുന്നു. ശേഷം കബറടക്കത്തോടുകൂടി ദുഃഖവെള്ളിയാഴ്ച എല്ലാം അവസാനിക്കുന്നു. വീണ്ടും ശനിയാഴ്ച വ്യാകുലയായ മാതാവിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുകയും വ്യാകുലയായ മാതാവിനോടൊപ്പം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന സഭയെയാണ് കണ്ടുമുട്ടുവാൻ സാധിക്കുക. അതിനുശേഷം ഉയർപ്പിൻ്റെ ഞായറായി പാതിരാ കുർബാനയോടുകൂടി ഉയർപ്പിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. രാത്രിയും പുലർച്ചെയുമായി നടന്ന ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസഹ ദിനത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. യേശുക്രിസ്തു തന്റെ ശിഷ്യരുടെ കാൽ കഴുകി എളിമയും കരുതലും സ്നേഹവും താഴ്മയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ ആചരിച്ചത്. അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തിവരുന്നത്. കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കാൽകഴുകൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുവത്താഴ ദിവ്യബലിയിൽ ഇടവക വികാരി ഫാദർ ജോസഫ് ലിയോൺ പാദം കഴുകൽ ശുശ്രൂഷ നടത്തി. യേശു നമ്മളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പര സ്നേഹം
കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അനുദിന ജീവിതത്തിൽ കുരിശെടുത്താൽ മാത്രമേ യേശുവിനെ കണ്ടെത്താൻ കഴിയൂവെന്നും കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു. ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ കുർബാന നമ്മെ ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ, സഹോദരങ്ങളുമായിട്ട് ഐക്യപ്പെടുവാൻ, പങ്കുവയ്ക്കുവാൻ നമ്മളെ ക്ഷണിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ അച്ചാരമായി എന്ന് നമ്മോടുകൂടി ആയിരിക്കുവാൻ അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അവിടുന്ന് കാൽവരിയിൽ അർപ്പിച്ച ആ ബലിയുടെ അനുസ്മരണം എന്ന് തുടർന്ന് കൊണ്ടുപോകുവാൻ, കാൽവരിയിലെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വന്ന് രക്ഷ നേടുവാൻ അവിടുന്ന് നമുക്ക് ഈ കൂദാശ സ്ഥാപിച്ച് തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയാകുന്ന മഹാരഹസ്യത്തെ നാം ഇന്ന് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ദിവസമാണ്. വിശുദ്ധ കുർബാന എന്നും തുടർന്ന് കൊണ്ടുപോരണമെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുകയും സ്വയം ജീവിതത്തിലെ അനുദിനം കുരിശുമെടുത്തുകൊണ്ട് ബലിയർപ്പിക്കുകയും ഈശോയോട് ഒന്നു ചേരുകയും ചെയ്യുന്ന മനുഷ്യർക്ക് വിശുദ്ധ കുർബാനയെ നൽകുവാൻ, ഈശോയുടെ കൂദാശകൾ നൽകുവാൻ ശുശ്രൂഷകർ വേണം. പെസഹ ബലി എന്നത് മാനവരക്ഷയുടെ സന്ദേശമാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്നുള്ള അതിജീവനമാണ് വിശുദ്ധ കുരിശെന്നും കുരിശിന്റെ വഴിയിൽ നാം അഭിമാനിക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. പെസഹ ദിനത്തോടനുബന്ധിച്ച് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. എപ്പിസ്കോപ്പൽ വികാരി ഫാദർ ജോസഫ് സുഗുൺ, സഹവികാരി ഫാദർ അജയകുമാർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പെസഹ പ്രമാണിച്ച് വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പടിഞ്ഞാറക്കല്ലടയിൽ കുരിശിന്റെ വഴി നടന്നു. മരിയാപുരം മരിയാംബിക ദേവാലയത്തിലാണ് കുരിശിന്റെ വഴി ചടങ്ങുകൾ നടന്നത്. യേശുദേവന്റെ സഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പടിഞ്ഞാറേക്കല്ലടയിലും കുരിശിന്റെ വഴി ചടങ്ങ് നടത്തി. മരിയാപുരം മരിയാംബിക ദേവാലയത്തിലായിരുന്നു കുരിശിന്റെ വഴി ചടങ്ങുകൾ നടത്തിയത്. ഫാദർ ഫ്രാൻസിസ് പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുരിശിന്റെ വഴിക്ക് മുന്നോടിയായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓസ്ട്രേലിയ ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്നു മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അരിനെല്ലൂർ മുട്ടം ദേവസഹായം ദേവാലയത്തിൽ പെസഹ തിരുനാൾ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ദിവ്യബലിയും നടന്നു. ദുഃഖവെള്ളിയുടെ ഭാഗമായി കുരിശിന്റെ വഴിയും നടത്തി. പീഡാനുഭവ വാരാചരണത്തിന്റെ ഭാഗമായാണ് അരിനെല്ലൂർ മുട്ടം ദേവസഹായം ദേവാലയത്തിൽ പെസഹ തിരുനാൾ ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് പാദം കഴുകൽ ശുശ്രൂഷ നടന്നു. വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് ഇടവക സഹവികാരി ബിജു ജോസഫ് കാർമ്മികത്വം വഹിച്ചു. ദുഃഖവെള്ളി പ്രമാണിച്ച് കുരിശിന്റെ വഴിയും നടന്നു. നിരവധി വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തേവലക്കര. പോരുവഴി LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. 36 നമ്പർ ബൂത്തിലാണ് കൺവെൻഷൻ നടന്നത്. സാഹിത്യകാരൻ വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പോരുവഴി 36 നമ്പർ ബൂത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചക്കുവള്ളി അക്കരയിൽ ചേർന്ന കൺവെൻഷൻ എഴുത്തുകാരനും പ്രഭാഷകനുമായ വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യയിൽ മനുഷ്യനായിരിക്കാൻ കഴിയാവുന്ന അവസാനത്തെ തുരുത്തുകളും അടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്.
ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഇപ്പോൾ ഈ കേന്ദ്രത്തിലെ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ ജയിച്ചാൽ മനുഷ്യൻ പിന്നെ വർഗീയവൽക്കരിക്കപ്പെടുകയും മതങ്ങളുടെ പേരിൽ കള്ളികളിലാക്കി മാറ്റുകയും അതിൽ ചില ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ ഇന്ത്യയിൽ നിന്ന് തന്നെ ആട്ടിപ്പായിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. രാജീവ് പുത്തൻപുര അധ്യക്ഷത വഹിച്ചു. അക്കരയിൽ ഹുസൈൻ, എൻ പ്രതാപൻ, മൂലത്തറ നിസാം, പ്രിയൻകുമാർ, അർത്തിയിൽ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുറത്ത് പ്രതിഷേധിക്കുമ്പോഴും കേരളത്തില് നിയമസഭ ഒന്നടങ്കം പ്രതിഷേധിക്കുമ്പോഴും ഒരു കോൺഗ്രസിന്റെ ഒരു സഹായവും ആ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ വോട്ട് പിടിച്ച് നമ്മുടെ ഈ 36 ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഭാര്യയെ ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വനിതാ സുഹൃത്തിനെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പാങ്ങോട് വലിയവഴി സ്വദേശി സുജിതയാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഇപ്പോൾ അറസ്റ്റിലായ സജിത തന്റെ കാമുകനായ സതീഷിന്റെ ഭാര്യയായ യുവതിയെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. പിന്നീട് യുവതിയുടെ ഭർത്താവ് സതീഷ് തന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് സുജിതയുടെ വീട്ടിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി. വീട്ടിലെത്തിയ യുവതിയെ ഭർത്താവായ സതീശനും സുജിതയും ചേർന്ന് ഇരുമ്പ് കൊണ്ടുള്ള ആയുധം കൊണ്ട് ദേഹമാസകലം മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ യുവതി മനോവിഷമത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും 2 ആഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. തുടർന്ന് കേസെടുത്ത കടയ്ക്കൽ പോലീസ് യുവതിയുടെ ഭർത്താവ് സതീഷിനെതിരെയും വനിതാ സുഹൃത്തിനെതിരെയും വധശ്രമത്തിന് കേസെടുത്തു. എന്നാൽ ഇവർ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് പ്രതികളിൽ ഒരാളായ സുജിതയെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ വാടക വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത്. കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള സതീഷ് ഇപ്പോഴും ഒളിവിലാണ്. കടയ്ക്കൽ ISHO പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുജിതയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ലോക ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ഓച്ചിറ ഗവൺമെന്റ് ITIയിൽ ദിനാചരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി. കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും കൊല്ലം ജില്ലാ TB സെന്ററിന്റെയും ഓച്ചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, ഓച്ചിറ പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവ സംയുക്തമായാണ് ഓച്ചിറ ഗവൺമെന്റ് ITIയിൽ ലോക ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചത്. ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. സാജൻ മാത്യൂസ് ക്ഷയരോഗ പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു. ITI പ്രിൻസിപ്പൽ PS സാജു അധ്യക്ഷത വഹിച്ചു. പ്രദീപ് വാര്യത്ത്, A. ഷമീറ, ഇന്ദിര സെജി, പ്രൊഫസർ ആതിര B. പ്രസാദ, നിബ ബാബു, R. മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഏറ്റെടുക്കുന്ന പ്രോഗ്രാമുകൾ ആദ്യം ഓച്ചിറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വെന്യൂ ഓർമ്മ വരുന്നത് ഈ ITI ആണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ സാറിനോട് പറയുകയായിരുന്നു, ഓച്ചിറക്കാരനായ ഞാൻ ഇങ്ങനൊരു സ്ഥാപനമുണ്ട് എന്നറിയുന്നത് ഈ അടുത്ത കാലത്താണ്. സാറിന്റെ വരവോട് കൂടിയാണ് എന്ന് തന്നെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയാം. കാരണം സാറ് വന്നതിന് ശേഷം ഈ കോളേജിന്റെ അല്ലെങ്കിൽ ഈ ITIയുടെ ഭൗതിക സാഹചര്യങ്ങളിലടക്കം ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അസംതം സാർ ഏതൊക്കെ ഫണ്ട് എവിടുന്നൊക്കെ കിട്ടുമെന്ന് മണത്തറിഞ്ഞുകൊണ്ട് ഒരു സമയത്ത് ഫണ്ട് കിട്ടാതെ സാറ് MLA ഫണ്ട്, MP ഫണ്ട് അങ്ങനെ ഓടിപ്പിടിച്ച് ഓരോ രീതിയിലുള്ള ഫണ്ട് കണ്ടെത്തി ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ STS ഹാഷിമ വിഷയം അവതരിപ്പിച്ചു. ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാജൻ മാത്യു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വായുവിലൂടെ പകരുന്ന ഒരു പകർച്ചവ്യാധിയാണെന്നും പ്രായഭേദമന്യേ ശരീരത്തിലെ ഞാൻ മനസ്സിലാക്കുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ്, മൈം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും നടത്തി. ട്യൂബർകുലോസിസ് ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തൊരു അസുഖമല്ല. ഇത്രയും ക്ലാസ്സുകൾ കേട്ടതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ട്യൂബർകുലോസിസ് എന്നതാണ്. അതെ, നമുക്ക് ട്യൂബർകുലോസിസ് തുടച്ച് നീക്കാനാകും. S. നസീം, G. ഹരികുമാർ, കാവ്യ സലി, KG ഗിരിജ, M. വിജയകുമാരി, ശീതൾ, വിനു വിക്രമൻ, ആതിര രാജ്, രേഷ്മ രാജ്, ജയ ജോർജ്, നിസാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കായംകുളം കുറ്റിത്തെരുവ് HHYSM UP സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളി C. ഷീജ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. സിന്ധു പാലുകാച്ചൽ നിർവഹിച്ചു.
കായംകുളം കുറ്റിത്തെരുവ് HHYSM UP സ്കൂളിലാണ് കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ പാചക തൊഴിലാളി ഷീജ സി കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഐ റഫീഖ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A സിന്ധു പാലികാച്ചൽ കർമ്മം നിർവഹിച്ചു. എല്ലാ സ്കൂളുകളിലും ഭംഗിയായ വൃത്തിയായ സുരക്ഷിതമായ അടുക്കളയും സ്റ്റോർ റൂമും വേണം എന്നുള്ള നിലയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എയ്ഡഡ് സ്കൂളുകളെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് കിച്ചൺ കം സ്റ്റോർ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഭംഗിയായി തന്നെ നമ്മുടെ സബ് ജില്ലയിലെ സ്കൂളുകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ രീതിയിൽ തന്നെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ഇന്ന് ഈ കിച്ചൺ കം സ്റ്റോർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പഞ്ചായത്ത് അംഗം റസീന ബദർ, BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ V അനിൽ ബോസ്, PTA സെക്രട്ടറി NM അൻവർ, അധ്യാപകരായ മുജീബ് A, നസീമ Y, ഷാനസ്, മദർ PTA പ്രസിഡന്റ് ശലഭ ശശികുമാർ, രമ്യ S, ഫെമിന I തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. തിരക്കേറിയ റോഡിലെ വാഹന തിരക്ക് ഗതാഗത സംവിധാനം താറുമാറാക്കുന്നു. മയ്യനാട് പെട്രോൾ പമ്പിന് അടുത്താണ് സംഭവം. ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. മയ്യനാട് പെട്രോൾ പമ്പിന് സമീപത്തെ ആഡിറ്റോറിയം കേന്ദ്രീകരിച്ച് വിവാഹ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തിരക്കാണ് മയ്യനാട്ടെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നത്. വിശേഷ ദിവസങ്ങളിലാണ് റോഡിൽ അനിയന്ത്രിതമായി വാഹനപ്പെരുപ്പം ഉണ്ടാകുന്നത്. നാട്ടുകാർ പലതവണ ഇക്കാര്യം ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞെങ്കിലും കാര്യമായ പ്രതികരണമുണ്ടായില്ല. ഇത് പലപ്പോഴും സ്വകാര്യ ബസ് സർവീസുകളെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളിലേക്ക് നീങ്ങുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ഓച്ചിറ ആലുംപീടികയിൽ നിന്നും ചാരായവും കോടയും പിടികൂടി. കണ്ടൽക്കാടിനുള്ളിൽ നിന്ന് 50 ലിറ്റർ ചാരായമാണ് പിടികൂടിയത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇവ പിടികൂടിയത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആലുംപീടികയിലെ കണ്ടൽക്കാടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘം 50 ലിറ്റർ ചാരായവും കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയത്. കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് സംഘവും എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ക്ലാപ്പന പ്രയാർ തെക്കുമുറിയിൽ വളവുമുക്കിന് വടക്കു ഭാഗത്തായി കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് 50 ലിറ്റർ ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രയാർ തെക്ക് ലാലു ഭവനത്തിൽ ലാലു എന്നയാൾക്കെതിരെ കേസെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PL വിജിലാൽ, IB പ്രിവന്റീവ് ഓഫീസർ R മനു, പ്രിവന്റീവ് ഓഫീസർ SR ഷെറിൻരാജ്, സിഇഒമാരായ H ചാൾസ്, അൻസാർ B, S ഹരിപ്രസാദ്, എക്സൈസ് ഡ്രൈവർ അബ്ദുൽ മനാഫ് എന്നിവരായിരുന്നു പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന്റെ ഒരുക്കം തുടങ്ങി. ഇതിന്റെ ഭാഗമായി പുതുപ്പള്ളി തെക്കുകരയിൽ കോൽക്കുതിരയുടെ ചട്ടം കൂട്ടൽ നടന്നു. പുതുപ്പള്ളി കൊച്ചുവീട്ടൽ ജംഗ്ഷന് സമീപമാണ് കെട്ടുകാഴ്ച ഒരുക്കുന്നത്. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായാണ് കോൽക്കുതിരയുടെ ചട്ടംകൂട്ടൽ ചടങ്ങ് നടന്നത്. പുതുപ്പള്ളി തെക്കുകരയിൽ നിർമ്മിക്കുന്ന കുതിരയുടെ ചട്ടംകൂട്ടലാണ് നടന്നത്. ധനേഷ് കൃഷ്ണ, ജയകുമാർ ആലേലിമഠം, ബിനുരാജ്, അനിരുദ്ധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 9-നാണ് ദേവികുളങ്ങര ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ. പീഡാനുഭവ സ്മരണയിൽ കുരിശിന്റെ വഴി. ഭാര്യയെ ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. വനിതാ സുഹൃത്തിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പാങ്ങോട് വലിയവഴി സ്വദേശി സുജിതയാണ് അറസ്റ്റിലായത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ്. ഓച്ചിറ ആലുംപീടികയിൽ നിന്ന് ചാരായവും കോടയും പിടികൂടി. കണ്ടൽക്കാട്ടിൽ നിന്ന് 50 ലിറ്റർ ചാരായമാണ് പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.